ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇതൊരു മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ്. ഉണ്ടാക്കാനും എളുപ്പമാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. അതിനായിട്ട് ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സെല്ലയുടെ ബസ്മതി റൈസ് ആണ്. ഞാൻ ഇന്ത്യ ഗേറ്റോ എടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഒരു 40 മിനിറ്റോളം ഞാൻ കുതിർത്ത് വെക്കുന്നുണ്ട്. ആ സമയം ഞാൻ ഇതിലേക്കുള്ള വെജസ് കട്ടാക്കി എടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ 1 കപ്പിന് മേലെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സവാളയും 1 കപ്പ് ബീൻസ്, ഒരു 3/4 കപ്പ് കാപ്സിക്കം കൂടി ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ കൂടി ആവശ്യമുണ്ട്. ഇത് മിക്സഡ് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് തന്നെ ചിക്കനും എഗ്ഗും എല്ലാം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 200 ഗ്രാമോളം ചിക്കൻ ഞാൻ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ്. ബോണുള്ളത് എടുത്താൽ തൊണ്ടയ്ക്ക് പിടിക്കുമല്ലോ, അതുകൊണ്ട് ബോൺലെസ് ചിക്കൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം കോൺഫ്ലവറും, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് സോയാ സോസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കാരണം സോയാ സോസ് ഉപ്പ് ഉണ്ടാവുമല്ലോ, അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ചിക്കൻ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയം ഞാൻ ഇതേപോലെ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. ഒരു വലിയ പാത്രത്തിലാണ് വെള്ളം ചൂടാക്കുന്നത്. കാരണം നമ്മുടെ ഈ റൈസ് ചോറ് പോലെ ഊറ്റിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വെള്ളം വാർത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കി നല്ലോണം ചൂടായ ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിൽ ഉപ്പും അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും അടച്ചു വെച്ചാൽ പെട്ടെന്ന് വേവുമല്ലോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കണേ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി ഞാനിപ്പോൾ ഇത് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെക്കുകയാണ്. കാരണം എനിക്ക് വേറൊരു പരിപാടി കൂടിയുണ്ട്. അതിനായിട്ട് ഞാൻ ഇപ്പുറത്തെ അടുപ്പ് കൂടി കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പാൻ കൂടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച ചിക്കൻ ഇല്ലേ, അത് കൂടി ചേർക്കണം കേട്ടോ. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ എന്താ പറയുക, എല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കുക്കായ ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണേ. ഇനി ഇതിപ്പോൾ 1 മിനിറ്റൊക്കെ വേണ്ടി വരും, അപ്പോഴത്തേക്ക് ഫ്രൈ ആയി കിട്ടും. ഇതിപ്പോൾ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ആ സമയം ഞാൻ ഇതുപോലെ ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഇതിൻ്റെ സൈഡിലേക്കായിട്ട് ചിക്കൻ ഞാൻ കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലേക്കായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് ആ മുട്ടയില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ബീറ്ററൊന്നും വേണ്ട കേട്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇത് ഞാൻ ഈ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഇതൊന്ന് അനക്കാണ്ട് വെക്കണം, അല്ലേ അപ്പാടെ അനക്കിയാൽ ഇത് ശരിയാവില്ല. അപ്പോൾ കുറച്ച് സമയം ഞാൻ അനക്കാതെ വെച്ചിട്ടുണ്ട്. ആ സമയം നമ്മുടെ റൈസ് വെന്തോ നോക്കാം. അപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. ഒരു 95% ഇത് വേവണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഫ്രൈഡ് റൈസ് ആയി കഴിഞ്ഞ ശേഷം ഇത് കുറച്ചുകൂടി കുറച്ച് ഹാർഡാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലവണ്ണം ചോറാക്കി മാറ്റിയിട്ട് തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ ഇനി മുട്ട ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് ഇനി മിക്സ് ആക്കി കൊടുക്കുക. ഇനി മുട്ടയും ചിക്കനും എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ റൈസൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാന് വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കുക. ഒരു 2-3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക്
കുറച്ച് വെളുത്തുള്ളി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അല്ലാതെ എന്താ പറയുക ഇത് പേസ്റ്റ് ഒന്നും ആക്കണ്ട. ഇനി ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നവരെ കത്തിപ്പോകാൻ പാടില്ലേ. ഇനി ഇതിലേക്ക് നമ്മുടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. 1 കപ്പിന് മുകളിലായിട്ട് ഞാൻ ക്യാരറ്റ് എടുത്ത് വെച്ചെന്ന് പറഞ്ഞിട്ടില്ലേ, ആ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ശേഷം ഒരു ചെറിയ സവോള ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എന്താ പറയുക സ്പ്രിംഗ് ഒനിയന് പകരമായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാരണം എല്ലാ വീട്ടിലും സ്പ്രിംഗ് ഒനിയൻ എപ്പോഴും സ്റ്റോക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ശേഷം ഇതിലേക്ക് ഞാൻ 1 കപ്പ് ബീൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 സെക്കൻഡൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ 1 ടീസ്പൂണോളം സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ലാസ്റ്റ് നമുക്ക് ഫൈനലായിട്ട് ഉപ്പൊക്കെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയ ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 3/4 കപ്പോളം ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടില്ലേ, അത് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് സമയം അടച്ചു വെക്കാം. നന്നായിട്ട് വെന്ത് പോകുന്നു വേണ്ട. ഈ ഫ്രൈഡ് റൈസിൽ അധികം വേവാത്തിയല്ല വെജീസ് ഉണ്ടായാൽ, എന്നാലും പച്ചക്ക് വേണ്ട കേട്ടോ, അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ഒരു കുറച്ച് വെന്തിട്ടുണ്ട്, അധികമായിട്ട് വെന്തിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് വിനിഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് റെസ്റ്റോറൻറ്റിൽ നിന്നല്ല നമുക്ക് കിട്ടുന്നതിൽ അജിനോമോട്ടോ അല്ല ചേർക്കുന്നത്, അതിന് പകരമായിട്ടാണ് ഞാൻ കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടാതെ കമൻറ്റും തന്നേക്കണേ. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും അതേപോലെ തന്നെ എഗ്ഗും അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ അങ്ങ് മിക്സ് ആക്കി എടുക്കണേ. നന്നായി മിക്സ് ആക്കിയ ശേഷം നമ്മുടെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസില്ലേ, അതിൻ്റെ പകുതിയോളം ഞാനിത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. ഈ വെജിറ്റബിൾസൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ അങ്ങ് തട്ടിക്കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ബാക്കി വെച്ച ആ റൈസ് കൂടിയില്ലേ, ആ പകുതി നമ്മൾ മാറ്റി വെച്ചില്ലേ, ആ റൈസ് കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ അങ്ങ് തട്ടിക്കൊടുത്ത ശേഷം ഒന്നുകൂടി അങ്ങ് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യണം കേട്ടോ. ഉപ്പ് കറക്റ്റ് ചെയ്യാതിരുന്നാൽ എന്ത് റിച്ച് ഫുഡ് ഉണ്ടാക്കിയാലും അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്